തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവിനെ കളിയാക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു സിനിമാ നടനെ കൊണ്ട് എങ്ങനെ ഒരു മുഖ്യമന്ത്രി ആകാനായിട്ട് കഴിയും, അതും ഇതുവരെ പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ഒരു പാർട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെ അദ്ദേഹത്തെ വിമർശിച്ച എല്ലാവരുടെയും വായ അടപ്പിച്ചുകൊണ്ട് അദ്ദേഹം തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി ആകാനായിട്ട് അദ്ദേഹം TVK എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച ആ ഒരു മൂവ് തൊട്ട് ഇലക്ഷന് മത്സരിക്കുകയും ഈ മുഖ്യമന്ത്രി ആയി എന്നുള്ള അത്രയും ഒരു പ്രോസസ്സ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന മുഖ്യമന്ത്രിമാർ, മറ്റ് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, ഇവർക്കെല്ലാം ഇദ്ദേഹത്തിൻ്റെ CM റണ്ണിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. വിജയ് ഈ TVK എന്ന് പറയുന്ന പാർട്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാൻ പോലും, അതായത് ഒരു സ്റ്റാർട്ടിങ് സമയത്ത് എനിക്ക് ഒരു വിശ്വാസം കുറവായിരുന്നു. കാരണം ഈ ഒരു വ്യക്തിക്ക് പൊളിറ്റിക്സ് എക്സ്പീരിയൻസ് ഇല്ല, ഇദ്ദേഹത്തെ കൊണ്ടൊരു CM പദവിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടെ എത്താനായിട്ട് കഴിയുമോ എന്നൊക്കെ എനിക്ക് വളരെ സംശയമായിരുന്നു. പക്ഷേ ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയി ഒരു സമയത്ത് ഏകദേശം 6 മാസത്തോളം അവിടെ ആയിരുന്നു. ഈ ഇലക്ഷൻ സമയത്തും ഈ റിസൾട്ട് സമയത്തൊക്കെ ഞാൻ അവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹം കളിച്ചേക്കുന്ന ഒരു പ്ലേ എന്ന് പറയുന്നത് ഏറ്റവും മാന്യമായിട്ടവർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതായത് അവർക്കെതിരെ നിൽക്കുന്ന പാർട്ടി ചെയ്യുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഭരണത്തിലെത്തിയ ശേഷം ആ കാര്യങ്ങളെ തുടച്ചു നീക്കുക എന്നുള്ളത്. കാരണം DMK എന്ന് പറയുന്ന പാർട്ടി, സ്റ്റാലിൻ്റെ പാർട്ടി, ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടിയെ പറ്റി എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന സ്റ്റാലിൻ, അദ്ദേഹം വളരെ മികച്ചൊരു CM ആണ്, അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ഇമേജാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ തമിഴ്നാട്ടിൽ പോയ ശേഷം, ഈ ചെന്നൈയിലായിരുന്നു ഞാൻ പോയത്, അവിടെ പോയ ശേഷം അവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് DMK എന്ന് പറയുന്ന പാർട്ടിയുടെ ചില കാര്യങ്ങൾ അത്ര ശരിയല്ലെന്നും അഴിമതി എന്ന് പറയുന്ന കാര്യത്തിൽ അവർ ടോപ്പാണെന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ എനിക്ക് തോന്നി വിജയ് എന്ന് പറയുന്ന ആളുടെ പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അവിടെ വരേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ വിജയ് ജയിച്ച് CM ആകുമ്പോൾ ഞാൻ വളരെ പേഴ്സണലി ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ഇത് വളരെ ഏർലിയാണ്, നമുക്ക് ആരെയും ഇപ്പോൾ ജഡ്ജ് ചെയ്യാനോ ആരുടെയും പ്രോസും കോൺസും എടുത്ത് കാണിക്കാനുള്ള സമയമായിട്ടില്ല. എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല CM ആയിട്ടുള്ളത്. പക്ഷേ ഇത് എനിക്ക് പറയണം തോന്നി, കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനായിട്ടും കാണാനായിട്ടും പറ്റി. അതുകൊണ്ടാണ് നമ്മുടെ ഭാവി തലമുറയിൽ വരാനിരിക്കുന്ന ഒരുപാട് CM മാർക്കും അല്ലെങ്കിൽ ഒരുപാട് ഈ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു CM റൺ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ CM-ലേക്കുള്ള പ്രോസസ്സിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് AIDMK അല്ലെങ്കിൽ DMK എന്ന് പറയുന്ന രണ്ട് പാർട്ടീസിൻ്റെ ആ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് വന്ന ആ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിരുന്നു വിജയ് എന്ന് പറയുന്നത് ആൾക്കാരുടെ മുന്നിൽ. TVK എന്ന് പറയുന്ന പാർട്ടി ഈ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. കാരണം അവർക്കറിയാം ഈ രണ്ട് പാർട്ടീസ് വന്നാലും അവരുടേതായിട്ടുള്ള പ്രോസും കോൺസും ഉണ്ട്. അതിൽ കോൺസ് ആണ് കൂടുതൽ. എസ്പെഷ്യലി DMK പാർട്ടിയുടെ കാര്യം ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ്. അതായത് ഒരുപാട് തരത്തിലുള്ള അഴിമതി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ക്രൈംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് എല്ലാ ആൾക്കാർക്കും നല്ല താല്പര്യമായിരുന്നു. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു അഗ്രസീവ് ആയിട്ടുള്ള, ഒരു പവർ ആയിട്ടുള്ള, ഡോമിനൻ്റ് ആയിട്ടുള്ള ഫിഗർ നിന്നുകൊണ്ടല്ല അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത്. കാരണം എസ്പെഷ്യലി CM PM തുടങ്ങിയ അല്ലെങ്കിൽ വളരെ വലിയ പദവികൾ അലങ്കരിക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു ഫേസ്, ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പവർ, അല്ലെങ്കിൽ പവർ എടുത്ത് കാണിക്കുന്ന ഒരു അപ്രോച്ച് ആയിരിക്കും. അതായത് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോട് അവർ പെരുമാറുന്ന രീതിയായാലും സംസാരിക്കുന്ന രീതിയാണെങ്കിലും ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നത്, ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്ററായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ശ്രീ ജോസഫ് വിജയ് അവിടെ ഉപയോഗിക്കുന്നത് വളരെ എളിമയോടുള്ള, അല്ലെങ്കിൽ വളരെ മാന്യമായിട്ടുള്ള, വളരെ കൈൻഡ് ആയിട്ടുള്ള, വളരെ പാവമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. തീർച്ചയായിട്ടും അത് കാണുന്ന ജനങ്ങൾക്ക് അദ്ദേഹത്തോടൊരു സ്നേഹം തോന്നും. കാരണം അങ്ങനെയുള്ളൊരു അപ്രോച്ച് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ബഹുമാനവും സ്നേഹവും തരാനായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാകും. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു അഗ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും ഇനി വരുന്ന പൊളിറ്റീഷ്യൻസിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രസംഗത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അഴിമതി എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്റ്ററി ക്യാബിനറ്റിൽ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത്. കാരണം അഴിമതിക്കെതിരാണ് അദ്ദേഹം, അതും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു അദ്ദേഹം. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആർക്കാണെങ്കിലും ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വിട്ടേക്കെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എത്ര CM-മാർക്ക് പറയാൻ പറ്റും അങ്ങനെ അഴിമതിക്കെതിരെ? അതുപോലെ തന്നെ അദ്ദേഹം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിൽ അദ്ദേഹം നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ എടുക്കുകയും അവിടെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്ത് CM ഇലക്റ്റായി വരുമ്പോഴത്തേക്കും അവർ ഫസ്റ്റ് തന്നെ അവോയ്ഡ് ചെയ്ത് ഇഗ്നോർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹെൽത്ത് സെക്ടർ, ഗവൺമെൻറ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൊതുവെ ഇഗ്നോർ ചെയ്യപ്പെടുന്ന ഒരു മേഖലകളാണ്. പിന്നീട് ഒരു 1 ഇയർ 2 ഇയർ കഴിഞ്ഞിട്ടാണ് അതിലേക്ക് ഫോക്കസ് വരുന്നത്. എന്നാൽ ശ്രീ വിജയ് ആ കാര്യത്തിൽ ഫസ്റ്റ് തന്നെ തീരുമാനം എടുത്തിരിക്കുകയാണ്. അദ്ദേഹം ലൈവായിട്ട് പോയി കണ്ട്
എസ്പെഷ്യലി ഹോസ്പിറ്റലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഹെൽത്ത് സെക്ടറിനും ഇൻഫ്രാ സെക്ടറിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എസ്പെഷ്യലി അദ്ദേഹത്തിന് 3 കാര്യങ്ങളിലൂടെ അമ്മമാരുടെയും സഹോദരിമാരുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം പിടിക്കാനായിട്ട് പറ്റി. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, ആൽക്കഹോൾ അല്ലെങ്കിൽ ബിവറേജുകളോടുള്ള ഒരു സമീപനം. അതായത് അദ്ദേഹം സമീപിച്ചത് രീതി ഡിഫറൻ്റ് ആയിരുന്നു. സ്കൂളുകൾ, ദേവാലയങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ വരുന്ന അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ബിവറേജുകളൊക്കെ അദ്ദേഹം പൂട്ടി. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവാണത്. കാരണം എസ്പെഷ്യലി ഞാൻ ലൈവായിട്ട് കണ്ടൊരു കാര്യമാണ്. അവിടെ മുക്കിന് ഈ പറഞ്ഞ സാധനം കിട്ടും. അതുകൊണ്ട് തന്നെ പലരും ഇത് മേടിച്ച് കുടിച്ച് വഴി വെച്ച് തന്നെ കുടിച്ച് തീർക്കുകയും വഴി കിടന്ന് അലമുണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ലൈവായിട്ട് കണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബസ് യാത്ര ചെയ്യുന്നവർക്കായാലും വഴിയെ പോകുന്നവർക്കായാലും ഒക്കെ ശല്യങ്ങളായിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ഫസ്റ്റ് തന്നെ ഒരു തീരുമാനം എടുത്തു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരുന്നു. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ക്രിമിനൽസിന് അല്ലെങ്കിൽ ഗുണ്ടകളോടുള്ള സമീപനമായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, തമിഴ്നാട്ടിൽ പേര് കേട്ട നാടാണത്. എവിടെ നോക്കിയാലും വെട്ടും കുത്തും ഗുണ്ടായസും ഒക്കെയാണ്. ഇദ്ദേഹം വന്നതിന് ശേഷം അവിടെ അത് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി വരും മാസങ്ങളിൽ അത് നല്ല രീതിക്ക് കുറയും. കാരണം അദ്ദേഹം ആരുടെയും സൈഡ് പിടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം ഗുണ്ടകളെ വളർത്തിക്കൊണ്ട് പോകാനോ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അദ്ദേഹം വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റൺ കംപ്ലീറ്റ് ആക്കാൻ നോക്കുവാണ്. ഇനി ഭാവിയിലേക്ക് TVK എന്ന് പറയുന്ന പാർട്ടി അവിടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനും ഇനി ഭാവിയിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തന്നെ അവിടെ ഭരിക്കുവാനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുവാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിമിനലുകൾ, ഗുണ്ടകൾക്കെതിരെ അദ്ദേഹം ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഡ്രഗ്സിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമാണ്. ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ പോയ വ്യക്തിയാണ്. എനിക്കറിയാം അവിടെ എന്തോരം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നും എത്ര സുലഭമായ ഡ്രഗ്സ് നമുക്ക് കിട്ടുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഡ്രഗ്സിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അവിടുത്തെ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ഇടം നേടാനായിട്ട് വലിയൊരു മൂവായിരുന്നു. എസ്പെഷ്യലി അമ്മമാരുടെയും സഹോദരിമാരുടെയും ഹൃദയങ്ങളിൽ. കാരണം ഏത് മുക്കിനും മൂലയിലും പോയാലും ഡ്രഗ്സ് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത് യുവാക്കളൊക്കെ വളരെ വയലൻ്റ് ആകുകയും വളരെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ തമിഴ്നാട്ടിലെ ചില സ്പെസിഫിക് ഏരിയകൾ. ഞാൻ പേരിനെടുത്ത് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഈ കൊച്ചു കുട്ടികളും യുവാക്കളൊക്കെ വഴിതെറ്റി പോകുന്ന സാഹചര്യമായിരുന്നു ഡ്രഗ്സ് കാരണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഡ്രഗ്സിനെതിരെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റ് കാരണം ഇനി അവിടെയുള്ള കുട്ടികളുടെയൊക്കെ വഴിതെറ്റി പോകാനുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പോയിന്റുകളിലൂടെയാണ് ഈ CM വിജയ് തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോൾ മോസ്റ്റ് ലൗഡ് ആയിട്ടുള്ള ഒരു CM ആയിട്ട് മാറിയത്. തീർച്ചയായിട്ടും ഇറ്റ് ഇസ് ടു ഏർലി ടു ജഡ്ജ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഇയർ പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരിക്കലും നമുക്ക് കുറച്ച് മാസങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു വ്യക്തിയെ നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇദ്ദേഹം ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഇംപ്രഷൻ, ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്തതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും CMമാർ എലക്റ്റായി വരുമ്പോഴത്തേക്കും അവരെടുക്കുന്ന ഒരു മൂവ് അല്ല ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. മറ്റ് CMമാരൊക്കെ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യണത്. പക്ഷേ വിജയ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്രീ ജോസഫ് വിജയ് ഫസ്റ്റ് തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം മൂവുകൾ എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ സംസാര രീതികളും വളരെ എളിമയും വളരെ വിനയവും നിറഞ്ഞതായതുകൊണ്ട് തന്നെ അമ്മമാരുടെയും സഹോദരികളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സിനിമയിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിരുന്നത്, അതുപോലെ തന്നെ റിയൽ ലൈഫിലും അദ്ദേഹം പോർട്രേ ചെയ്ത് ജനഹൃദയങ്ങളുടെ ഉള്ളിലെ മോസ്റ്റ് ലൗഡ് CM ആയി മാറിയിരിക്കുകയാണ്. ശ്രീ ജോസഫ് വിജയുടെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്രയിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് പറ്റും. നമ്മൾ ഇതുവരെ ആരായിരുന്നു എന്തായിരുന്നു എന്നുള്ളതല്ല കാര്യം. നമ്മളിനി ആരാകാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിലും നമ്മൾ അതിലേക്ക് എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങളിലുമാണ് നമ്മുടെ ഒരു ക്യാരക്ടർ ഒളിഞ്ഞിരിക്കുന്നത്.